ആലപ്പുഴയുടെ നഗരവീഥികളെ വർണ്ണാഭമണിയിച്ച നെഹ്റു ട്രോഫി സാംസ്കാരിക ഘോഷയാത്ര. നഗരത്തിലെ 18ഓളം സ്കൂളുകളിൽ നിന്നായി കുരുന്നുകൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. 63ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 8-ന് പുന്നമടക്കായലിൽ നടക്കുന്നതിന്റെ വരവറിയിച്ചുകൊണ്ടാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സബ് കളക്ടർ D. മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ വേഷഭൂഷാദികൾ അണിഞ്ഞെത്തിയ അങ്കനമാരെ കൂടാതെ വർണ്ണച്ചിറക് വിരിച്ച ശലഭങ്ങളായെത്തിയ കുരുന്നുകളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. ഓരോ സ്കൂളുകളും വ്യത്യസ്ത ഇനങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികളെ രംഗത്തിറക്കിയപ്പോൾ തനത് പാരമ്പര്യ വേഷമണിഞ്ഞ മലയാളി മംഗമാരും വെള്ളക്കുപ്പായം അണിഞ്ഞ ചാച്ചാജിയും ത്രിവർണ്ണ പതാക കൈലേന്തിയ ഭാരതാംബയും ഒക്കെ കാണികൾക്ക് മുന്നിൽ ശോഭിച്ചു. ബാൻഡ് സെറ്റിനും സ്കൗട്ടിനും പുറമെ വേലകളി വേഷധാരികളും കഥകളിയും തെയ്യവുമെല്ലാം നഗരവീഥികളെ കീഴടക്കി. സമകാലിക വിഷയങ്ങൾ കോർത്തിണക്കിയ നിശ്ചല ദൃശ്യമായ ടാബ്ലോയും പ്രത്യേക ശ്രദ്ധ നേടി. വിദ്യാർത്ഥികളെ കൂടാതെ കുടുംബശ്രീക്കാരും വിവിധ സംഘടനകളും ഘോഷയാത്രയിൽ പങ്കാളികളായി. മുല്ലയ്ക്കൽ നഗരം ചുറ്റി ഘോഷയാത്ര നഗരചിത്രത്തിലാണ് സമാപിച്ചത്. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. കായംകുളം MLA CK സദാശിവൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ശേഷം മെഗാ ഷോ, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി.